നമസ്കാരം. വീണ ജോർജ് MP ആയാൽ ശബരിമലയിൽ പോകുമോ എന്നാണ് പത്തനംതിട്ടയിലെ മിക്ക വോട്ടർമാരുടെയും ചോദ്യവും സംശയവും. അതിന്റെ പേരിൽ അണികളെ ഓടിച്ചുവിടുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ ഒരു ഉത്തരം വീണയ്ക്ക് പറയാനുണ്ട്. അത് കേൾക്കാം. വീണ ജോർജ് MP ആവുകയാണെങ്കിൽ ശബരിമല സന്ദർശിക്കും. എന്താണ് ആവശ്യത്തിലെ നിലപാട്? ഇല്ല, ശബരിമലയുടെ മീറ്റിംഗ് ശബരിമല വെച്ചല്ല നടക്കുന്നത്, പത്തനംതിട്ട കളക്ട്രേറ്റിൽ വെച്ച് നടക്കും. അപ്പം എനിക്ക് പോകാൻ കഴിയുന്നിടത്തൊക്കെ പോവും, പക്ഷേ ശബരിമലയിൽ ഞാൻ പോവില്ല. ഞാൻ പോവില്ല, എൻ്റെ ലക്ഷ്യമല്ല. ഞാൻ ശബരിമലയിൽ പോവില്ല. MP ആയിരിക്കുമ്പോൾ ശബരിമലയുടെ ആലോചനാ യോഗങ്ങൾ എനിക്ക് കളക്ട്രേറ്റിൽ വെച്ച് നടത്താൻ കഴിയും. കളക്ട്രേറ്റിൽ വെച്ച് നടത്താൻ കഴിയുന്ന യോഗങ്ങളിൽ ഞാൻ ഇവിടെ എല്ലാം അത് കോർഡിനേറ്റ് ചെയ്ത് അത് എല്ലാം ഇടപെട്ട് ചെയ്യും. ഇപ്പം ഇവിടെ സ്ത്രീകൾ കളക്ടർമാരായിട്ടിരുന്നവരുണ്ടല്ലോ, അവർക്ക് പോകാൻ കഴിയുമായിരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും ശക്തമായി ഇടപെടും. മിക്ക യോഗങ്ങളും താഴെ വെച്ചാണ് നടക്കുന്നത്, അവിടെ സന്നിധാനത്തല്ല യോഗങ്ങൾ നടക്കുന്നത്, താഴെയാണ് യോഗങ്ങൾ നടക്കുന്നത്. അവിടെ എല്ലാം ശക്തമായി ഇടപെട്ടുകൊണ്ട് പരമാവധി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. ശബരിമലയുടെ മീറ്റിംഗ് ശബരിമലയിൽ വെച്ചല്ല നടക്കുന്നത്, മിക്കവാറും പത്തനംതിട്ട കളക്ട്രേറ്റിൽ വെച്ച് നടക്കുന്നു. എനിക്ക് പോവാൻ കഴിയുന്നിടത്തെല്ലാം പോകും, പക്ഷേ ശബരിമലയിൽ പോവില്ല എന്ന് തന്നെ വീണ ജോർജ് ആവർത്തിച്ചു പറയുകയാണ്. പത്തനംതിട്ടയിൽ ഇതിനു മുമ്പ് വനിതാ കളക്ടർമാരെല്ലാം ഉണ്ടായിരുന്നതല്ലേ എന്നും അവർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഇത്തവണ ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും വികസനത്തിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ പത്തനംതിട്ടയിൽ നടക്കുന്നതെന്നും 10 വർഷത്തെ വികസനമില്ലായ്മയ്ക്കു ശേഷം ജനങ്ങൾക്ക് മറുപടി നൽകാനുള്ള ഒരു അവസരമാണിതെന്നും കർഷകരുടെ കഴുത്തുഞെരിക്കുന്ന നടപടി താൻ MP ആയാൽ മാറ്റിയെടുക്കുമെന്നും വീണ ജോർജ് പ്രതികരിച്ചു. പ്രചാരണ സമയം മറുനാടൻ അനുവദിച്ച പ്രത്യേകാഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു അവർ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നേടും. കാരണം ഈ തെരഞ്ഞെടുപ്പ് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. 10 വർഷത്തെ വികസനമില്ലായ്മയ്ക്ക് ശേഷം ഈ നാട് വോട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത 5 വർഷം നമുക്ക് ഈ കേന്ദ്രതലത്തിൽ നിന്ന് ഇടപെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് തൊഴിലുറപ്പിൻ്റെ 1000-ലധികം കോടി രൂപയാണ് കുടിശ്ശിക ലഭിക്കാനുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നത് അവരുടെ കൂലിക്ക് വേണ്ടിയിട്ടാണ്. അത് 6 മാസം വരെ കൊടുക്കാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായിട്ടുള്ളൊരു ജനദ്രോഹകരമായിട്ടുള്ള നിലപാട്. അപ്പോൾ ഈ വിഷയങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉയർത്തുക, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനക്ഷേമകരമായി പ്രവർത്തിക്കുക, ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകുക. അങ്ങനെ കാർഷിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മലയോര കർഷകരുടെ മണ്ണാണിത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇത്രയും നാളായി ഇവിടെ ആദ്യത്തെ 5 വർഷം കോൺഗ്രസ് ഭരിച്ചു, പിന്നെ 5 വർഷം BJP ഭരിച്ചു. എന്തുകൊണ്ടാണ് റബ്ബറിനെ കാർഷിക വിള ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത്? അപ്പോൾ ഇവർ സംരക്ഷിക്കുന്നത് കർഷകരുടെ നയമല്ല, വ്യവസായങ്ങളുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട കർഷകരുടെ കഴുത്ത് ഞെരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിശ്ചയമായിട്ടും ഇടപെടും, സംസാരിക്കും, പരിഹാരമുണ്ടാക്കും. അങ്ങനെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും.